ഇത് ഈ തഫ്സീലില്ലാതെ ഇത് പച്ചക്ക് ശിർക്കാന്ന് പറയാറുണ്ട് ജമാഅത്തെ ഇസ്ലാമി. മനസ്സിലായോ? അതുകൊണ്ട് വകതിരിവ് വളരെ അത്യാവശ്യമാണ്. ഞാൻ തുടക്കം മുതൽ പല ദർസുകളിലും സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ വേറെ ആരെ പോലെയല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അല്ലാഹ് ദീൻ ഇറക്കുന്നു, മുഹമ്മദ് നബി അത് എത്തിക്കുന്നു, സഹാബത്തിന് അത് കൊടുക്കുന്നു, അവർ താബഈങ്ങൾക്ക് കൈമാറുന്നു, അവർ താബഈങ്ങൾക്ക് കൈമാറുന്നു. പിന്നീടുള്ള തലമുറയിൽ ഉദൂലുകളായ ഉലമാക്കൾ ആ ഇൽമ് അനന്തരമെടുത്ത് കൈമാറിപ്പോന്നുകൊണ്ടിരിക്കുന്നു. ഈ മെയിൻ സ്ട്രീമാണ്, മുഖ്യധാരയാണ്. ഈ മുഖ്യധാരയിലുള്ള ആളുകളുടെ ഏറ്റവും പ്രകടമായ സവിശേഷത അഅലമുൻ നാസി ബിൽ ഹഖ് വഅർഹമുൻ നാസി ബിൽ ഖൽഖ്. അവര് ഹഖിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ള ആളുകൾ അവരായിരിക്കും. ഹഖിനെ ശരിക്കും വകതിരിക്കും. അള്ളാഹിനെ കുറിച്ച്, അള്ളാഹിന്റെ കാര്യങ്ങളെ കുറിച്ച് വകതിരിക്കുമ്പോ ഹഖും ബാത്തിലും മുത്തശാബിഹാത്തുകളും. ഷിർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഷിർക്കല്ല. ഷിർക്കിൽ അക്ബർ ഉണ്ട്, ഷിർക്കിൽ അസ്ഗർ ഉണ്ട്. ആ ഷിർക്ക് അതുപോലെ തന്നെ തൗഹീദിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിർക്കുൻ അക്ബർ അത് തൗഹീദിനെ നഖ്ല് ചെയ്യും. ഷിർക്കുൻ അസ്ഗർ അതിന് നഖ്സ് വരുത്തും. എന്നാൽ അതിന് താഴെയുള്ള മഅസികൾ അതിന്റെ കമാൽ മുസ്തഹബിന് ഇഖ്ലാൽ വരുത്തും. അത് ആ വകതിരിവോടുകൂടി പറയാതെ ഒരാൾ തികർച്ച ഒഴിച്ചാൽ അയാൾ വിശ്വാസത്തിനനുസരിച്ചു, അതോടുകൂടി തന്നെ അയാൾ മുശ്രിക്. ഈ നാലാമത്തെ നമ്മൾ മൂന്നാമത് പറഞ്ഞതിനെ ഒന്നാമത്തെ കൂറത്തിലേക്ക് ചേർത്തു. അവർ ചെയ്ത തെറ്റ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ അവർ ഈ കാര്യം വിശദീകരിച്ചപ്പോ അവർ ബോധപൂർവം ഈ തെറ്റ് വരുത്തിയത് എന്താ ചെയ്തത്? തൗഹീദിന്റെ കമാലുൽ മുസ്തഹബായ കമാലിന് ഭംഗം വരുത്തുന്ന, ഊനം വരുത്തുന്ന ഇത്തരം മാസിയത്തുകളെ അവർ ആ കോളത്തിൽ നിന്ന് മാറ്റിയിട്ട് തൗഹീദിനെ നഖ്ല് ചെയ്യുന്ന ശിർക്കുൻ അക്ബറിനേക്കാൾ പഠിച്ചു. അതവർക്ക് പെടുത്തേണ്ട കാര്യം എന്തായിരുന്നു? എന്താ കാര്യം? ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭരണാധികാരി അനുസരിച്ചാൽ, ആരാ ഭരണാധികാരി? ഒന്നുകിൽ ബ്രിട്ടീഷുകാർ പോകുമ്പോ, ഇപ്പൊ ബ്രിട്ടീഷുകാരുണ്ട്, അവരുണ്ടെങ്കിൽ അവരനുസരിക്കുന്നത് 10 ശിർക്ക്. അവർ പോകുമ്പോ ഇവിടെ വരാൻ പോകുന്നത് ഒരു ഹിന്ദു ഭരണമാണെങ്കിൽ ഹിന്ദുത്വ ഭരണത്തെ അനുസരിച്ചാൽ 10 ശിർക്ക്. അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണമാണെങ്കിൽ അവരനുസരിച്ചാൽ 10 ശിർക്ക്. അല്ലെങ്കിൽ ഏകാധിപത്യ ഭരണമാണെങ്കിൽ 10 ശിർക്ക്. ആരനുസരിച്ചാലും അള്ളാഹ്നല്ല അനുസരിക്കണം, അതുകൊണ്ട് 10 ശിർക്കാണ്. അത് പറഞ്ഞു തെളിയിക്കുമ്പോ അപ്പോൾ ഒരാൾ അയാളുടെ മനസ്സിനനുസരിച്ചാലോ അവയനുസരിച്ചാലോ അവയെ ഇലാഹാക്കി ഇബാദത്ത് ചെയ്തു, അവയെ ഇലാഹാക്കി ഇബാദത്ത് ചെയ്തു, അല്ലെങ്കിൽ തൗഹീദിനത് ബന്ധം വന്നു. അത് ഏത് രൂപത്തിലാണ് വരുന്നത്? കമാൽ മുസ്തഹബിന് ഇഖ്ലാൽ വരും എന്നതൊരു സത്യമാണ്. അതിന് ആ താഴെ ഗ്രേഡിലുള്ളതിനെ അവർ മുകളിലെ ഗ്രേഡിലേക്ക് ചേർത്ത് വെച്ചു. അത് രാഷ്ട്രീയമായ കാരണത്താൽ. ആ പറഞ്ഞ ആൾക്കാർ അന്ന് ജനാധിപത്യം വലിയ ശിർക്ക് എന്ന് പറഞ്ഞ് നടന്ന, ഏകാധിപത്യത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നിയമമുണ്ടാക്കുന്നവൻ, അതുകൊണ്ട് ഒരു താവൂത്ത് ഉള്ളൂ. ജനാധിപത്യത്തിൽ കുറെ ആൾക്കാർ കൂടിയിട്ട് പാർലമെന്റ് കൂടിയിട്ടാണ് നിയമമുണ്ടാക്കുന്നത്. ഒരുപാട് താവൂത്തുകളാണ്. ഏകാധിപത്യത്തെക്കാളും വലിയ ശിർക്കാണ് ജനാധിപത്യം പറഞ്ഞ ആൾക്കാർ. ഇന്ന് ലോകാടിസ്ഥാനത്തിൽ തന്നെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ആൾക്കാരാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചറിഞ്ഞില്ല. അറബ് വസന്തം ഉണ്ടല്ലോ, ആ അറബ് വസന്തം എന്ന് പറയുന്ന ഇപ്പോൾ നടന്നു തീർന്നതും ചില സ്ഥലത്ത് പൂർത്തിയായിട്ടില്ലാത്തതുമായ ഈ സാമൂഹ്യ പ്രതിഭാസത്തിന്റെ പിന്നിൽ മൗദൂദി സാഹിബിന്റെയും സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ബന്നയുടെയും അനുയായികൾ ഇന്ന് അവരതിന്റെ പിന്നാലെ നടക്കുന്നത് കണ്ട ഒരു കാലത്ത് ഏറ്റവും വലിയ ശിർക്ക് എന്തായിരുന്നു? ഡെമോക്രാസിയ ജനാധിപത്യമാണ്. എങ്ങനെ ജനാധിപത്യം ഏറ്റവും വലിയ ശിർക്കാകുന്നത്? ഏകാധിപത്യമാണെങ്കിൽ ഒരു കള്ളദൈവം ഉണ്ടാകുള്ളൂ. ഇവിടെ ഒരു കള്ളദൈവമാണോ? അല്ല. 142 ദൈവങ്ങൾ കേരള അസംബ്ലിയിലുണ്ട്. പാർലമെന്റിൽ എത്ര എംപിമാര് അല്ലെങ്കിൽ എണ്ണമെന്നുള്ള എനിക്കറിയില്ല. അതോ മണ്ഡലത്തിലും മേൽമണ്ഡലത്തിലും ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് 100-200-ലധികം ആൾക്കാരുണ്ടാവും. അത്രയും ദൈവങ്ങളെ ഈ ഇന്ത്യക്കാരായ ആൾക്കാരൊക്കെ ഇബാദത്ത് ചെയ്യാണ് എന്ന് പറഞ്ഞ ആളുകൾ അറബ് വസന്തത്തിലേക്ക് എത്തിയപ്പോൾ ഇസ്ലാം പറഞ്ഞ ജനാധിപത്യമാണ്. ഇസ്ലാം പറഞ്ഞ ജനാധിപത്യമായി. ഏറ്റവും വലിയ ശിർക്ക് എന്ന് പറഞ്ഞ ഒരു നിമിഷം കൊണ്ട് ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു. അവരുടെയൊക്കെ ഇടക്കാണ് കാര്യങ്ങൾ തൗഹീദിനും ശിർക്കിനെയും ബാബ് തിരിച്ച് വകതിരിച്ച് ഓരോന്നിനുമുള്ള ഗ്രേഡ് കൊടുത്താൽ, ഒന്ന് ശിർക്കുൻ അക്ബർ, അത് തൗഹീദിനെ പച്ചയ്ക്ക് ലംഘിക്കുന്ന, ശരിക്ക് റിവോക്ക് ചെയ്യുന്ന ശിർക്കുൻ അക്ബർ. അതിന്റെ ഫലം ദുനിയാവിൽ ദീനിൽ നിന്ന് പുറത്തു പോകും, പരലോകത്തിൽ നരകത്തിൽ അയാൾ ശാശ്വതമാകും. അയാൾ ചെയ്ത എല്ലാ നല്ല പ്രവർത്തനങ്ങളും എന്താകും? പൊളിഞ്ഞു പോകും.